നടുക്കം മാറാത്ത ഒരാണ്ട്. ജനുവരി 27, മനസാക്ഷിയുള്ള ഒരു മലയാളിയും മറക്കാത്ത ദിവസം. കഴിഞ്ഞ വർഷം ഇതേ ജനുവരി 27-നാണ് പാലക്കാട് നെന്മാറ പോത്തുണ്ടിയിലെ ബോയ നഗറിൽ താമസിച്ചിരുന്ന സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊടും കുറ്റവാളിയായ ചെന്താമര വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയത്. കടുത്ത മദ്യപാനിയും സംശയരോഗിയുമായിരുന്നു ചെന്താമര. ഇതിനെ തുടർന്നാണ് ചെന്താമരയുടെ ഭാര്യയും മകളും ചെന്താമരയെ ഉപേക്ഷിച്ച് പോകുന്നത്. പക്ഷെ ചെന്താമര ഉറച്ചു വിശ്വസിച്ചിരുന്നത് തന്റെ അയൽവാസിയായ സുധാകരനും സുധാകരന്റെ കുടുംബവുമാണ് തന്റെ കുടുംബം തന്നെ വിട്ടുപോകാൻ കാരണമായതെന്നുള്ളതാണ്. ഇതിന്റെ പക മനസ്സിൽ സൂക്ഷിച്ച ചെന്താമര 2019 ആദ്യം കൊലപ്പെടുത്തുന്നത് സുധാകരന്റെ ഭാര്യ സജിതയാണ്. സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്ന ചെന്താമര പിന്നീട് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ പരോളിൽ ഇറങ്ങി നെന്മാറയിലേക്ക് എത്തും. അതും പോലീസിനെ വെട്ടിച്ച ജാമ്യ വ്യവസ്ഥകൾ പൂർണ്ണമായും ലംഘിച്ചു. പക മനസ്സിൽ സൂക്ഷിച്ച സുധാകരന്റെ കുടുംബത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനായിരുന്നു ചെന്താമരയുടെ പദ്ധതി. ഒടുവിൽ കഴിഞ്ഞ വർഷം ജനുവരി 27 രാവിലെ 10 മണിയോടുകൂടി സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും കൂടി ചെന്താമര താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന കൊടുവാൾ ഉപയോഗിച്ച് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം ചെന്താമരയ്ക്ക് ഒരു പതിവുണ്ട്. കൊല നടത്തിയാൽ പിന്നീട് വീടിന് സമീപത്തെ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുക. സജിതയെ കൊലപ്പെടുത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ട അതേ കാട്ടിലേക്കാണ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ ശേഷവും ചെന്താമര ഓടി രക്ഷപ്പെട്ടത്. പിന്നീട് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് അന്നത്തെ ആലത്തൂർ DYSP ആയിരുന്ന N മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചെന്താമരയെ പിടികൂടിയത്. അപ്പോഴും അയാളുടെ കണ്ണിൽ ഒരു ഇറ്റ് പോലും കുറ്റബോധം ഉണ്ടായിരുന്നില്ല. ചെന്താമരയ്ക്ക് ഇപ്പോഴും ബോയ നഗറിലുള്ള ഓരോ ആളുകളോടും പകയാണ്. അത് കോടതി നടപടികൾക്കിടയിൽ തന്നെ ചെന്താമര വ്യക്തമാക്കിയതാണ്. സജിത കൊലപാതക കേസിൽ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട് വിയൂർ അതീവ സുരക്ഷാ ജയിലിലാണ് ചെന്താമരയുള്ളത്. സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിൽ ഇതുകൊണ്ട് തന്നെ ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നുള്ളതാണ് സുധാകരന്റെ കുടുംബത്തിന്റെയും ബോയ നഗറിലെ ഓരോ കുടുംബത്തിന്റെയും ആവശ്യം. വിനു ജോൺസ്, വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൻ, ഇൻ റിപ്പോർട്ട്, പാലക്കാട്.